ബോർഡ് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ഊളത്തരം വേണേ കാണിക്കാം. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കും. ആൽക്കഹോളിക് വെതറാണല്ലോ പണിക്കരെ. തണുപ്പുണ്ടോന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്, എന്നാ ചൂടുണ്ടോന്ന് ചോദിച്ചാൽ വലിയ ചൂടില്ല. വെള്ളം അടിക്കാൻ പറ്റിയ കാലാവസ്ഥയിലെ ശരിയാണ്. എല്ലാ ബ്രാൻഡ് ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് നമുക്ക് അകത്തേക്ക് കയറട്ടോ. ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നും ഒരുപാട് പേര് ഷെയർ ചെയ്തെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പിണങ്ങരുത് കേട്ടോ, അവർക്ക് തന്നില്ല, അവർക്ക് കൊണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആദ്യം കാശ് തരാൻ പറയില്ലേ, ഗ്ലാസ് എടുത്തോളൂ കഴിച്ചോളാം. ഒരു ബോട്ടിൽ പൊട്ടിക്കഴിഞ്ഞാലുള്ള വിഷമം പലർക്കും നാട്ടിലറിയാലോ. ഇത് കണ്ടോ, താഴെ ഇറ്റിട്ട് വീണെടുക്കുന്നു. ടാപ്പ് ഓപ്പൺ ചെയ്യുന്നു, എടുക്കുന്നു, എന്നിട്ട് വീട്ടിൽ വാറ്റിന പോലെ വാറ്റി കുപ്പിയിലാക്കി വെക്കും. മോനിത് അമൃതല്ലേ അമൃതം. ദൈവം നേരിട്ട് കൊതി വരണ്ടോ? എന്നോട് ക്ഷമിക്കണം. എനിക്ക് സ്കോച്ച് അടിക്കണം, റം അടിക്കണം, വാള് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. എന്റെ വ്ളോഗ് ഇവിടെ സൈഡായിട്ട് പാരലലി നമ്മൾ ചെയ്യുന്നുണ്ട്. വെൽക്കം ടു ജോർജിയ ആൻഡ് വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. പേര് മാറ്റിന്ന് വിചാരിക്കണ്ട, ജോർജ് എന്നല്ല ജോർജിയ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പോസ്റ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എംബ്രിഡ്ജ് എഡ്യൂക്കേഷന്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഞാൻ എന്താ നേരെ ഇപ്പൊ ജോർജിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് മലയാളി കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ MBBS മറ്റുള്ള കോഴ്സസ് എല്ലാം ലൈക്ക് ഇൻടേക്ക് ചെയ്ത് ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഇവിടെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ത്രൂ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കാണാനും അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ലൈക്ക് എംബ്രിഡ്ജിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി എത്രയായിട്ടും ഹോസ്പിറ്റാലിറ്റി തന്നതെന്ന് മതിയാവണില്ല ഇവർക്ക് രണ്ടുപേർക്കും കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു ലൈക്ക് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് ജോർജിയ ഒന്ന് കറങ്ങി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് രഹസ്യമായിട്ട് ഞാൻ പറയാം, ചേട്ടന്മാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം എന്താന്ന് പറഞ്ഞാലേ നമ്മളിത് വൈൻ ഫാക്ടറിയിലേക്കാണ് പോകാൻ പോണേ. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? അത് തന്നെ. അപ്പോൾ ഹോൾ ടോട്ടൽ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പറ്റുകയാണെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് വരാം, നാട്ടിൽ ഞാൻ വരാം, വീട്ടിൽ വന്നാൽ ഞാൻ അതും തരാം. അപ്പം ലൈക്ക് ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് ലൈക്ക് എനിക്ക് ഏറ്റവും അധികം ഇവരുടെ ഹോസ്പിറ്റാലിറ്റി ഇഷ്ടപ്പെട്ടു എന്ന്. അതായത് ദ സ്ട്രോങ് പില്ലേഴ്സ് ബിഹൈൻഡ് എംബ്രിഡ്ജ് അവർ തന്നെയാണ് നമ്മളിതാ ഫുൾ ഇവിടെ ജോർജിയ കാണിച്ചു തരാൻ പോണേ കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, മിസ്റ്റർ ക്യാപ്റ്റൻ ബഷീർ, ആൻഡ് ഇത് അഡ്വക്കേറ്റ് മൻസൂറാണ്, ആൻഡ് ഞാൻ ലക്ഷ്മി നക്ഷത്രയാണ്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ്. അമ്മയുണ്ട്, അമ്മ പിന്നാലെ വരും. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് കേട്ടോ പോകാൻ പോണത്. ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്പോട്ടിൽ കാണിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പോയാലോ, എനിക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ല. കണ്ടോ, ഇനി ഞാൻ എന്താ കയറാൻ പോവാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് വൈനൊക്കെ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ ഞങ്ങള് 3 പേരും ശരിക്കും നോക്കിക്കോളൂ, തിരിച്ച് 2 lakhs ആണോ 4 lakhs ആണോ എന്നുള്ളത് കാണാൻ പറ്റും കേട്ടോ. സോ എന്തായാലും ഒരുപാട് ഹിസ്റ്ററീസ്, അതായത് വൈൻ മെയിൻലി ജോർജിയ എന്ന് പറയുന്ന വൈനറി ആണല്ലോ. അപ്പം ലൈക്ക് 8000 years വരെ പഴക്കമുള്ള രീതിയിൽ വരെ പല വെറൈറ്റീസ് നമുക്ക് വൈനൊക്കെ കാണാൻ പറ്റും. ആൻഡ് വൈൻ എങ്ങനെയാ ഇവിടെ ലൈക്ക് പ്രൊഡക്ഷൻ വരെ കാണാൻ പറ്റും കേട്ടോ. പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ഉണ്ട്. ബാക്കി നമുക്ക് ഇനി അകത്ത് പോയിട്ട് ഞങ്ങൾ എല്ലാവരും തനിനിറപ്പ കാണിച്ചു തരാം കേസ്. കാരണം അത് ഞാൻ ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ റിവ്യൂ പറയാൻ പറ്റും? എല്ലാ ബ്രാൻഡ് ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് നമുക്ക് അകത്തേക്ക് കയറട്ടോ. വൈൻ മാത്രമേ ഉള്ളൂ. ഇതിൽ കുറച്ച് സ്വർണവും കൂടെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മൈ ഗോഡ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഏതെടുക്കണ്ടെന്നുള്ളത് കൺഫ്യൂഷൻ ആവും എനിക്ക്. പിന്നെ ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ടും
ഞാൻ പിന്നെ ഞാൻ ഭയങ്കര സിമ്പിളാണ്, ഇതൊന്നും അയ്യോ. അപ്പോൾ എന്നാലും നമുക്ക് ടോട്ടലി നോക്കാം കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലൈക്ക് വൈനിൻ്റെ മൊത്തം എഡിക്ട്സ് ആയിട്ടുള്ള കുറേ പേരുണ്ടായിരിക്കും. വൈനൊക്കെ പിന്നെ എല്ലാ വീട്ടിലും ലൈക്ക് നോർമൽ അല്ലേ. ഈ പ്ലേസിന്റെ പേര് തന്നെ കക്കേറ്റൻ എന്നാണ്. ഇവിടുത്തെ ട്രഡീഷണൽ വൈൻ മേക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ക്യാമറ അങ്ങനെയാണ് ഡിഫറെൻറ്റ് ഇവിടുത്തെ പല ഫ്ലേവേഴ്സിലുള്ള വൈൻ. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടും എൻ്റെ അടുത്ത് കൂടെ ഇതൊന്നും പോകാത്തത് കൊണ്ടും പക്ഷേ ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യും. ഇവിടെ റേറ്റ് ഒക്കെ ജെല്ലിലാണ് കേട്ടോ. ന്യൂ ചാച്ചാന്നൊക്കെ. ഇത് വേറെ പല ബോട്ടിലായിട്ട് നിങ്ങൾക്ക് തോന്നും, ബട്ട് ഇത് വൈനാണ്. ചാച്ച എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ആണ്. ഹോം മെയ്ഡ് ആയിട്ട് നാട്ടില് വീട്ടിൽ വാറ്റുന്ന പോലെ വാറ്റി കുപ്പിയിലാക്കി വെക്കും. ഇവര് ഇപ്പൊ സമ്മർ ആയാല് ഇത് ഉണ്ടാക്കൽ തുടങ്ങും, ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കൽ തുടങ്ങും. എന്നിട്ട് അവർ വിന്റർ ആകുമ്പോൾ നല്ല തണുത്ത സമയത്ത് എന്ത് ചെയ്യും, വീഞ്ഞിങ്ങനെ ഇരുന്ന് കുടിക്കും. അതായത് ഇവരുടെ ജോർജിയയിലെ മെയിൻ ഒരു സോഴ്സ് ഓഫ് ഇൻകം തന്നെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക വീട്ടിലിരുന്ന് ചെയ്യാന്ന് പറയണ പോലെ തന്നെ ഇവിടെ അവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ 8000 ഇയേഴ്സ് വരെ ശരിക്കും വൈൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം പഴക്കം കൂടണം അത്രയും സ്വാദ് കൂടില്ലേ, ഉയരം കൂടുന്തോറും എന്ന് പറയണ പോലെ അത്രയും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഇയേഴ്സ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള വരെ പ്രഷ്യസ് ആയിട്ടുള്ള സംഗതീസ് ഉണ്ട് കേട്ടോ അവിടെ. ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. ടേസ്റ്റ് ഇല്ലേ? എൻ്റെ അടുത്ത് പറഞ്ഞേ വേണ്ട. ടേസ്റ്റ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ ഇതല്ലേ? യെസ്, ഓക്കെ. അപ്പം നമ്മുടെ ഗൈഡ് റെഡി ആയിട്ടുണ്ട്. പുള്ളി പറയുന്നത് നമുക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ ആംഗ്യഭാഷയിലാണെങ്കിലും പുള്ളി പറഞ്ഞത് വെച്ചിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലെല്ലാം വൈനുണ്ട്. ശരിക്കും ഈ ബോട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഇത് തുറക്കാൻ നമുക്ക് തോന്നുമോ? അതേപടി വീട്ടിൽ കൊണ്ട് ഭംഗിയിൽ വെക്കാനേ തോന്നുള്ളൂ. പക്ഷേ ചില ചേട്ടന്മാരുണ്ട് എപ്പോൾ തുറന്നു എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്കപ്പം ലൈക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പോയി കാണാം കേട്ടോ. ഇരുട്ടത്തിരുന്ന് വൈൻ കുടിക്കുന്നവർക്ക് ഇതൊരു വിഷയമായിരിക്കില്ല. പ്ലസ് ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നും ഒരുപാട് പേര് ഷെയർ ചെയ്തെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പിണങ്ങരുത് കേട്ടോ, അവർക്ക് തന്നില്ല അവർക്ക് കൊണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പുള്ളി എന്തോ പറഞ്ഞു ഗൈസ്, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. കുഴപ്പമില്ല, പുള്ളിയുടെ ബാക്കിൽ പുള്ളി ഫോളോ മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നാലെ പോവാം. അതായത് ലൈക്ക് സ്നോഫോളൊക്കെ ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ലൈക്ക് ഒരു റെയിനും ആക്ച്വലി ഇവിടെ കഴിഞ്ഞു. അത് കാരണം നല്ലൊരു പ്ലസന്റ് ക്ലൈമറ്റ് ആട്ടോ. തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്, എന്നാൽ ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ചൂടില്ല. ഓക്കെയാണ്. ശരിക്കും ഭയങ്കര എന്താ പറയുക അടിപൊളി വൈനുണ്ട്. ഞാനെപ്പോഴും ലൈക്ക് ക്രിസ്മസ് ആകുമ്പോൾ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും അവരുടെ വീട്ടിൽ ഇട്ട വൈനൊക്കെ എനിക്ക് കൊണ്ടുതരും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വൈൻ കുടിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഇട്ട ശീലമില്ല ലൈക്ക്. പക്ഷേ ഇത്തവണ ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ ബോട്ടിലേക്ക് ലൈക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും വേണ്ടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് സോ മെനി പീപ്പിൾ ആർ ദേർ. Guys, നമ്മുടെ I'll take the glass. You can take with you, okay? All right, fine. Hi, നമ്മുടെ നാട്ടിലാണെങ്കിൽ ആദ്യം കാശ് തരാൻ പറയില്ലേ, ഗ്ലാസ് എടുത്തോളൂ കഴിച്ചോളാൻ. Can I get a glass? Thank you. 2-3 ഗ്ലാസ് എടുത്താലോ? വേണ്ടല്ലേ, ഒരെണ്ണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതൊന്നും കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പാർട്ട് ഓഫ് ദ ജോബ് ആൻഡ് ഒരു ഫൺ, അത്രയേ ഉള്ളൂ. ഞാൻ ചായ കുടിക്കില്ല, കാപ്പി കുടിക്കില്ല, പാല് മാത്രമേ കുടിക്കൂ. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും. ഈ ലീക്കായി ഫുൾ വൈനാണോ അത്? ഇത് മൊത്തം വൈനാണ്. ഒരു ബോട്ടിൽ പൊട്ടിക്കഴിഞ്ഞാലുള്ള വിഷമം പലർക്കും നാട്ടിൽ അറിയാലോ. ഇത് കണ്ടോ, താഴെ ഫുൾ, ഇത് ഫുൾ പ്രിസർവ് ചെയ്തിരിക്കുന്ന വൈനാണ് കേട്ടോ. ഈ താഴെ ഇറ്റിട്ട് വീണ് കിടക്കുന്നതും വൈനാണ്. ക്യൂ നിൽക്കുകയാണ് ഗൈസ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ?
ഇത് കണ്ടോ? ഇത് ലിറ്റർ എന്നല്ലല്ലോ പറയാ, എന്താ നമ്മൾ പറയാ? വലിയ ഒരു ബാരൽ പോലെ അത്രയും ലൈക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ലൈക്ക് അവര് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഹായ്, ആ മുത്തച്ഛനും അതെ ഭയങ്കര ക്ഷമ. അപ്പോൾ ഇനി നമ്മൾ അവിടുന്ന് പതുക്കെ തുറക്കുന്നു, ടാപ്പ് ഓപ്പൺ ചെയ്യുന്നു, എടുക്കുന്നു, എന്നിട്ട് ഓക്കെ കം കം കം. Oh, what wine is this actually? White dry. White stripe. Yes. Yeah. Okay. നമുക്ക് ദാ വൈൻ കിട്ടിയിരിക്കുകയാണ്, ഫ്രഷ് വൈൻ. What's your good name? Varsha. What about your experience? Like, but I know yours. Strong. First experience? First. ആ ലിറ്റിൽ ബിറ്റ് സ്ട്രോങ് ആണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ചൊരു ഇതുണ്ടായിരിക്കും. എനിവേസ് എൻജോയ്. താങ്ക് യു. ഒരു ഫ്ലേവറും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലൈക്ക് അവിടെ ഫുൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആണ്. എന്താണെന്ന് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. പറയുമ്പോൾ നമ്മൾ സത്യം പറയണമല്ലോ. കണ്ടിട്ടൊരു ഗ്രേപ്പ് ഫ്ലേവർ ആണെന്നാണ് തോന്നുന്നത്. ലൈക്ക് ഇവിടുത്തെ ലാംഗ്വേജ് നമുക്ക് വായിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ്. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ ദുബായ് പറയാണ്. ദുബായ് പറയുന്നതിന് മുമ്പായിട്ട് 2-3 ബോട്ടിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മേടിക്കണ്ടേ. എന്നിട്ട് നമുക്ക് പോവാം കേട്ടോ. സോ വിൽ പർച്ചേസ് സം, എന്നിട്ട് നമുക്ക് പോവാം. ഒന്നിതെടുക്കാം. വണ്ടസ് താഴെ വീണെങ്ങാനും പൊട്ടിക്കഴിഞ്ഞ കുഴപ്പമില്ല, ഇവരുണ്ടല്ലോ. മലയാളീസിനെ കുറച്ചുപേരെ കണ്ടു കേട്ടോ. എവിടെ അയ്യോ ഇത് മാറ്റട്ടെ, പിടിക്കൂ. ഹായ്, യാ ഐ ആം ഡൂയിങ് ഗുഡ്. ഓക്കെ, പുള്ളി കഴിക്കാനല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹായ്, ഇവിടെ തന്നെയാണോ? ലൈക്ക് അല്ല, നമ്മള് ദുബായിലാണ്. ദുബായിലാണ് വിസിറ്റിങ്ങിന് വന്നത്. ഓക്കെ, ഒരു 3 hours ഉണ്ടെങ്കിൽ ദുബായിലേക്ക് ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തോ ജസ്റ്റ് വന്നിട്ട് ടേസ്റ്റ് ചെയ്തു. ഇനിയും പർച്ചേസ് ചെയ്യാൻ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞ സത്യമാണോ നുണയാണോ എന്നുള്ളത് ഞാൻ നല്ല അടിപൊളിയാന്ന് പറഞ്ഞു. അടിപൊളിയാണ്. 3 ഫ്ലേവർ വൈൻ നമ്മൾ ടേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്താ മോളുടെ പേര്? Michelle. ഓക്കെ, ഹായ്. Seema. Hi. നിക്കോൾ ആണ് ഫസ്റ്റ് എന്നെ ഐഡന്റിഫൈ ചെയ്തത് കേട്ടോ. ഇന്ന് കമ്പാരിറ്റീവ്ലി കുറച്ച് മേക്കപ്പ് കുറവാണ്, പക്ഷെ ജോർജിയയിൽ വന്നിട്ടും പുള്ളിക്കാരി കണ്ടുപിടിച്ചു. എനിവേസ്, ഹാവ് എ നൈസ് ഡേ. നൈസ് മീറ്റിംഗ് യു. നാട്ടിലെവിടെയാ? റാന്തി അല്ലേ? ഓ, ഓൾ റൈറ്റ്, ഫൈൻ. ഞാൻ എയിംബ്രിഡ്ജ് എന്നെ കൊണ്ടുവന്നതാണ്, എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ. ലൈക്ക് ഇവരിവിടെ കൺസൾട്ടൻസി, എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആണ്. MBBS സ്റ്റുഡൻസിന്. അപ്പം അവരുടെ ഒരു ഇൻവിറ്റേഷനിൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ മല്ലൂസിന് മലയാളി കുട്ടികളെ കാണാൻ വേണ്ടി വന്നതാ. ഈവന്റ് ഉണ്ട് ഇവിടെ. അതെ. എനിവേസ്, നൈസ് മീറ്റിംഗ് യു. താങ്ക് യു. ഞാനൊരു 7 days ഉണ്ട് മൊത്തം ജോർജിയ. ഇന്ന് മുതൽ 7 days ജോർജിയ. യെസ്, ഫുൾ എന്നെ കറക്കി കാണിക്കാൻ. All right, nice meeting you. Bye. See you. Yeah, bye. സെൽഫി എടുക്കണോ? Come. Yes. കുപ്പി പിടിച്ച് സെൽഫി എടുക്കണ്ട, അല്ലാണ്ട് സെൽഫി എടുക്കണം. ഇതും പുള്ളി പിടിക്കാനാണ് കേട്ടോ. വളരെ ചെറിയൊരു ബോട്ടിലുണ്ട്, റോയൽ മുഗുസാനി. അത് നമുക്ക് ഒരെണ്ണം എടുക്കാം കേട്ടോ. അതാവുമ്പോൾ പെട്ടിയിൽ കറക്റ്റ് ഫിറ്റ് ആയിരിക്കുമല്ലോ. ഇത് വേണമെങ്കിൽ ഇതും ഒരെണ്ണം എടുക്കാം. കണ്ടല്ലോ അല്ലേ? പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ വൈനുമായി തിരിച്ച് നമ്മളിനി പോവാണ് കേട്ടോ. സോ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. പറ്റുകയാണെങ്കിൽ അതും നമ്മൾ വ്ളോഗായിട്ട് എടുക്കും. എയിംബ്രിഡ്ജിനോട് എത്ര താങ്ക് യു പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ആക്ച്വലി ജോർജിയയിലോട്ട് വരുന്ന എല്ലാവരും ഇത് വിസിറ്റ് ചെയ്യണം നമ്മൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ കക്കത്തി എന്ന് പറഞ്ഞ റീജിയൻ ടോട്ടലി ഒരു വൈൻ പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ്. അതായത് ഇവിടുത്തെ ഓരോ വീടുകളടക്കം വൈൻ പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ്. ഇപ്പോൾ ഇവിടെ നമുക്കെന്താ വെച്ചാൽ ഇവിടെയൊക്കെ മേജർലി ഇവർ ലൈക്ക് നല്ല രൂപത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഈ പറയുന്ന ഗ്രാമത്തിൽ ഇവിടുത്തെ വീടുകളിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ ഈ പറയുന്ന സമ്മർ ആകുമ്പോൾ എന്ത് ചെയ്യും, മുന്തിരിയൊക്കെ പറിച്ച് നമുക്കത് വേണമെങ്കിൽ കവർ ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ നമ്മൾ മദേഴ്സൊക്കെ ചെയ്യുന്നതാണ്. മുന്തിരിയൊക്കെ പറിച്ച്, അതെ അവരത് പറിച്ച് വൈനായിട്ട് ഉണ്ടാക്കി അവർ ഒരു ജാറിൽ മേക്ക് ചെയ്ത് കുറച്ച് ഷുഗറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊക്കെ ബോയിൽ ചെയ്തിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതൊരു മണ്ണിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും ഒരു ജാറിനൊക്കെ ആയിട്ട്. അപ്പോൾ 6 months കഴിഞ്ഞ് വിന്റർ സമയത്ത് ഇവിടുത്തെ കച്ചാപ്പൂരി ഇവിടുത്തെ ജോർജിയൻ ഡിഷാണ്. അതും അതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കച്ചാപ്പൂരി അതേപോലെ അവർ ഇപ്പോൾ പറയുന്ന ചെറിയ വൈനൊക്കെ ഉപയോഗിച്ച് വിന്റർ സമയത്ത്
ലൈക്ക് ഇവിടെ നേരത്തെ ആവുമല്ലോ. ശരി. അതെ, നല്ല നല്ല രസമായിട്ട് ഇവിടുത്തെ ഗ്രാമം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും കക്കയത്തി വരണം. കക്കേത്തി ലൊക്കേഷൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ഫൈനലി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ ബോട്ടിൽസുമായിട്ട് നമ്മൾ ഒരു ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ശേഷം ഈ ഒരു വ്ളോഗ് ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. സോ ബാക്കി ഇനി നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ട ഫുൾ ഓഫ് സ്നോ, അത് ഞാൻ ഇതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ അതൊരു കണ്ടന്റ് ആക്കി ഞാൻ ഇടാം കേട്ടോ. സോ ലൊക്കേഷൻ മറക്കണ്ട, കക്കേത്തി നമ്മുടെ ജോർജിയയിൽ. ഈ ഒരു ഫാക്ടറി മാത്രമല്ല, ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്. ഒരു മസ്റ്റ് ട്രൈ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.